ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷേ നിങ്ങൾ ഇനിയൊരു പുതിയ മോട്ടോർ സൈക്കിൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും റെയർ അല്ലെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ഉള്ള വണ്ടി മാത്രമേ എടുക്കാവുള്ളൂ. അതായിരിക്കണം നിങ്ങളുടെ പ്രൈം കൺസേൺ. ഓക്കെ, ഇപ്പോൾ ഡ്യുവൽ ചാനൽ ABS ഉള്ള വണ്ടികളുടെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ പെർഫോമൻസ് എൻട്രിയിൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഈ 200cc ഡ്യുവൽ ചാനൽ ABS വന്നത് RTR 310-ലാണ്. അത് 2019-20 മറ്റോ വന്നതാണ്. പിന്നെ ഡ്യൂക്ക് 200-ൽ RC 200-ലുണ്ട്. ഇപ്പോൾ MT-ലും V3-ലും ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. 200cc എബോവ് വരുന്ന വണ്ടികൾക്കെല്ലാം ഇപ്പം ഡ്യുവൽ ചാനൽ ABS തന്നെയാണ് വരുന്നത്. ആക്ച്വലി ലോ വന്നിട്ടുണ്ടായിരുന്നു 150cc മുകളിലേക്കുള്ള എല്ലാ വണ്ടികൾക്കും ABS മാൻഡേറ്ററി ആണ്. അങ്ങനെ വരുമ്പോഴും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും മിക്ക ബ്രാൻഡുകളും 150 to 200cc, 180, 160 ആ സെഗ്മെൻ്റ് എല്ലാം സിംഗിൾ ചാനൽ ABS ആണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ പുഷ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇനി അല്ലെങ്കിൽ പോലും നിങ്ങൾ മാന്യമായിട്ട് ഓടിക്കുന്ന ആളാണെങ്കിൽ പോലും ഡ്യുവൽ ചാനൽ ABS നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. സോ HC-ലൊന്നും ഡ്യുവൽ ചാനൽ ABS അല്ല. പൾസറിൻ്റെ 150, 160, NS, N160, P150 ഇതിലൊന്നും ഡ്യുവൽ ചാനൽ ABS ഇല്ല. സോ അതൊക്കെ മൈൻഡ് ചെയ്യുക. മൊത്തം ചാഴിയാണ്.